സതീശനാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നയിച്ച വി ഡി സതീശൻ, തുടർച്ചയായി പറവൂരിൽ നിന്ന് MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന വി ഡി സതീശൻ, കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ, അദ്ദേഹം ചരിത്രത്തിലാദ്യമായി ഒരു മന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ അത് മുഖ്യമന്ത്രി കസേരയിലേക്കാണ് വി ഡി സതീശൻ എത്തുന്നത് എന്നതാണ്. ഒട്ടേറെ അഭ്യൂഹങ്ങൾ, ദിവസങ്ങൾ നീണ്ട ചർച്ചകൾ, അനിശ്ചിതത്വങ്ങൾ എല്ലാത്തിനും വിരാമമായിരിക്കുന്നു. വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വി ഡി സതീശൻ അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം ഇത് ആഹ്ലാദത്തിന്റെ നിമിഷമാണ്. വി ഡി സതീശനെ അനുഭാവപൂർണ്ണം വി ഡി സതീശന് ലഭിച്ച വിജയമായിരുന്നു ഇത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ വലിയൊരു ശതമാനവും അഭിപ്രായപ്പെട്ട പശ്ചാത്തലത്തിൽ ആ ഒരു നിലപാടിനോട് മുഖം തിരിക്കാൻ പറ്റാതെയാണ് വി ഡി സതീശൻ എന്ന പേരിലേക്ക് എത്തിയത്. രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്ന പേരുകൾക്കൊപ്പമായിരുന്നു വി ഡി സതീശൻ നിന്നത് എങ്കിൽ പോലും MLA-മാരുടെ പിന്തുണയിൽ വി ഡി സതീശൻ പിന്നിൽ പോയി എന്നതായിരുന്നു ഈ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് വഴിയൊരുക്കിയത്. ഘടകകക്ഷികളുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് വി ഡി സതീശൻ ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഒപ്പം മുതിർന്ന നേതാക്കളുടേത്, മുൻ ഭാരവാഹികളുടേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ, നിലപാടുകൾ നിർണായകമായി അങ്ങനെ ഇതാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ വരുന്നു. മുഖ്യമന്ത്രി കസേരയിൽ വി ഡി സതീശന് എത്തുമ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. ഇപ്പോൾ നമുക്ക് മുദ്രാവാക്യം വിളികൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അണപൊട്ടുന്ന ആഘോഷത്തിലേക്കായിരിക്കും തീർച്ചയായും വി ഡി സതീശൻ അനുഭാവികൾ എത്തുക. അവർ 10 ദിവസമായി കാത്തിരിക്കുകയാണ് വി ഡി സതീശൻ എന്ന ഒരു പേര് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി, ആ പേര് കേൾക്കുന്നതിന് വേണ്ടി. അതിന്റെ അലയൊലികൾ ആണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് എന്നാണ് സത്യപ്രതിജ്ഞ എന്നത് ഉൾപ്പെടെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി MLA-മാരുടെ യോഗം വിളിക്കുകയും നേതാക്കളുടെ അഭിപ്രായങ്ങൾ ആരായുകയും അങ്ങനെ വി ഡി സതീശൻ എന്ന പേരിലേക്ക് എത്തുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത് വി ഡി സതീശന്റെ ആദ്യത്തെ പ്രതികരണം എന്താണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറവൂരിൽ നിന്ന് വി ഡി സതീശൻ യാത്ര തിരിച്ചത് പ്രതിപക്ഷ നേതാവായിട്ടാണ് എങ്കിൽ ഇനി തന്റെ മണ്ഡലത്തിലേക്ക്, എറണാകുളത്തെ പാർട്ടി ഓഫീസിലേക്ക്, പറവൂരിലെ തന്റെ പാർട്ടി ഓഫീസിലേക്ക്, വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ഓഫീസിലേക്ക് സതീശൻ തിരികെ എത്തുന്നത് മുഖ്യമന്ത്രിയായിട്ടാണ് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആവേശം നിറയുന്ന ആഘോഷം നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നേരത്തെ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല. ഇതാ പ്രവർത്തകരുടെ ആവേശത്തിലേക്ക്. നിലപാടുള്ളൊരു നേതാവേ, കേരള മക്കളെ മണിമുത്ത്, നെട്ടൂക്കാരുടെ അഹങ്കാരം, ഫറൂഖാരുടെ മണിമുത്ത്, ഞങ്ങളുടെ പ്രിയനാം നേതാവേ, വി ഡി സതീശ നേതാവേ, കേരള മക്കളെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ, കേരള മക്കൾ പിന്നാലെ, കേരള ജനത പിന്നാലെ, വി ഡി സതീശ നേതാവേ, കണ്ണേ കരളെ വി ഡി സതീശ, കണ്ണേ കരളെ വി ഡി എസ്, നിലപാടുള്ളൊരു രാജകുമാര, നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ, പറയുന്നതാരും കേട്ടോളൂ, കേരള ജനത പറയുന്നു, ഒറ്റക്കെട്ടായി പറയുന്നു, ഒരേ സ്വരത്തിൽ പറയുന്നു, വി ഡി സതീശ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ, കേരള മക്കൾ പിന്നാലെ, ആനന്ദത്താൽ ഞങ്ങൾ വിളിക്കും, വി ഡി സതീശൻ സിന്ദാബാദ്, ആമോദത്താൽ ഞങ്ങൾ വിളിക്കും, വി ഡി സതീശൻ സിന്ദാബാദ്, ആഹ്ലാദത്താൽ ഞങ്ങൾ വിളിക്കും, വി ഡി സതീശൻ സിന്ദാബാദ്, ആനന്ദത്താൽ ആഹ്ലാദത്താൽ ഞങ്ങൾ
ഞങ്ങൾ വിളിക്കും വി ഡി സതീശൻ സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. UDF സിന്ദാബാദ്. UDF സിന്ദാബാദ്. VDS നായകനെ. കേരള മക്കളെ അഭിവാദ്യങ്ങൾ. VDS നേതാവേ. നിലപാടുള്ളൊരു രാജകുമാരൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.